ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യല്ലേ? എവിടെ വെച്ചാ കണ്ടേ? എങ്ങനെയാ കണ്ടേ? എവിടെയെങ്കിലും പോകുന്ന വഴിക്കാണോ? അതോ വരുൺ ശ്യാമമഠത്തിന്റെ വീട്ടിൽ പോയോ? പറയേ. പറയാം. അതെ, ഇങ്ങനെ ശ്വാസം വിടാതെ ഓരോന്നും ചോദിക്കില്ലേ. എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അയ്യോ ഈശ്വര, ശ്യാമമഠം എന്ന് വെച്ചാൽ എനിക്ക് ദൈവം തന്നെയാ. അങ്ങനെ ഒരു ചാൻസ് ആണല്ലോ ഞാൻ കളഞ്ഞത്. ഈ ഫോൺ എടുത്ത് തല്ലിപ്പൊടിച്ച് കളയണം. നമുക്ക് ശ്യാമമഠത്തിനെ കാണാം. തന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും. താൻ ഈ ഫോട്ടോയിലേക്ക് നോക്കേ. തന്നെ കാണാൻ ശ്യാമമഠത്തിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നോക്ക്. എന്ത് രസാ മാഡത്തിനെ കാണാൻ. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചാരെങ്കിലും കണ്ടാൽ നിങ്ങൾ അമ്മയും മോളും ആണെന്ന് പറയൂ. ചിലപ്പോ അങ്ങനെ തന്നെ ആണെങ്കിലോ? എന്ത് പാട്ടുകാരി ശ്യാമമ്മയുടെ എന്റെ അമ്മയാണെന്നോ? എന്തൊക്കെ കഥകളായി ഉണ്ടാക്കുന്നേ? എടോ, വെറുതെ ഒരു കഥയായിട്ട് തന്നെ കൂട്ടിക്കോ. ഈ പറയുന്ന ശ്യാമമ്മയോടാണ് തന്നെ പ്രസവിച്ചെങ്കിൽ ഒരിക്കൽ ശ്യാമമ്മയുടെ തന്റെ കൺമുമ്പിൽ വന്നെന്ന് പറയുക, നിന്നെ ഞാനാണ് പ്രസവിച്ചത്. താൻ എന്ത് ചെയ്യും? ഞാൻ കുഴപ്പം പിടിച്ച കാര്യമല്ലോ ചോദിച്ചത്. കുഴപ്പം പിടിച്ച കാര്യം തന്നെയാ. എന്നെ പ്രസവിച്ച അമ്മ എന്ന് എന്റെ മുന്നിൽ വന്നു നിന്നാലും എനിക്ക് ചോദിക്കാൻ 1000 ചോദ്യങ്ങളുണ്ട്. അതിലാദ്യത്തേത്, എന്ത് തെറ്റ് ചെയ്തിട്ടാ ചോരക്കുഞ്ഞായിരുന്ന എന്നെ വഴിയരികില് വലിച്ചെറിഞ്ഞെന്നാ. അങ്ങനെ ചെയ്തൊരമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടാവോ? അങ്ങനെ ഒരമ്മയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ? ആ അമ്മ എനിക്ക് വെറുപ്പാ വരും. ഒരിക്കലും തീരത്ത് വെറുപ്പ്. വരുൺ കഥയുണ്ടാക്കി പറഞ്ഞ പോലെ ഒരിക്കലും ശ്യാമമ്മയുടെ എന്റെ അമ്മയാകാതിരിക്കട്ടെ. കാരണം ശ്യാമ മാഡത്തിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. അല്ല, ചിലപ്പോഴേ എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, ഗതികേട് കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണെങ്കിലോ? ഒരു വലിയ തെറ്റ് ചെയ്യാം, എന്നിട്ട് അതിന് ഗതികേട്, സാഹചര്യം എന്നൊക്കെ വിളിക്കുക. കള്ളത്തരം അത് ചെറിയ ആള് ചെയ്താലും ശരി, വലിയ ആള് ചെയ്താലും.